ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഗോതമ്പ് പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യ സാധനങ്ങൾ: ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി, തേങ്ങ ചെറിയത്, ഉപ്പ്, തിളപ്പിച്ചാറ്റിയ വെള്ളം. ഗോതമ്പ് പൊടിയിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് പുട്ടിൻ്റെ പാകത്തിന് വേണ്ടി കുറേശ്ശെ ഒഴിച്ചിട്ട് അത് ഇളക്കി എടുക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഇത് ഞാൻ കുഴച്ച് വെച്ചു. ഇത് ഇനി ഗ്രൈൻഡറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഈ കുഴച്ച ഗോതമ്പ് ഞാൻ ഈ ഗ്രൈൻഡറിൻ്റെ ചെറിയ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഗ്രൈൻഡറിൽ അടിച്ചെടുക്കണം. ഇത് ഗ്രൈൻഡറിൽ പൊടിച്ചെടുത്ത ഗോതമ്പാണ്. ഇപ്പോൾ ആദ്യം അതിനകത്ത് 1 സ്പൂൺ തേങ്ങ ഇടുക കുട്ടിക്കകത്ത്. അത് കഴിഞ്ഞ് ഈ പൊടി ഒരു 4 സ്പൂൺ ഇട്ടിട്ട് അല്പം കൂടി തേങ്ങ ഇടുക. വീണ്ടും പൊടി ഇടുക. അല്പം തേങ്ങ ഇടുക. പൊടി ഇട്ട് കഴിഞ്ഞ് ഒരു 1/2 സ്പൂൺ തേങ്ങ അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് അടച്ചിട്ട് ഗ്യാസിൽ വയ്ക്കുക. ഗ്യാസ് കത്തിച്ച് പുട്ടുകുറ്റി വെള്ളത്തിൻ്റെ മേളിൽ വയ്ക്കുക. അത് തിളച്ചു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് അത് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി. ഈ പുട്ട് കടലക്കറിയുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ പഞ്ചസാരയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം.